19 ചെറായിയുടെ ആഭിമുഖ്യത്തിൽ 2024-25 വർഷത്തെ SSLC +2 വിജയികൾക്ക് അനുമോദനവും സമ്മാനദാനവും തൃക്കടയ്ക്കാപ്പള്ളി സൗഹൃദ നഗറിൽ വെച്ച് നടന്നു. സെക്രട്ടറി SP ഗോപിനാഥ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് PP സുധി അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥിയായ ജസ്റ്റിസ് KK ദിനേശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് SSLC +2 വിജയികൾക്ക് അനുമോദനവും നടന്നു. വാർഡ് മെമ്പർ KK രാജേഷ്, സൗഹൃദ 19 രക്ഷാധികാരി PB ശശാങ്കൻ, മുൻ വാർഡ് മെമ്പർ ബേബി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സൗഹൃദ 19 രക്ഷാധികാരി PC ലെനിൻ നന്ദിയും പറഞ്ഞു. എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുമെന്നും നാം ദൃഢനിശ്ചയം ചെയ്യുകയും നമ്മുടെ ഭരണഘടനയോട് കൂറും വിശ്വാസവും പുലർത്തുമെന്നും നാം പ്രതിജ്ഞ ചെയ്യുന്നു. PP സുധി അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ട അതിഥിയായിട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിസ് KK ദിനേശൻ സാറാണ്. സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈപ്പിൻ്റെ MLA ശ്രീ K ഉണ്ണികൃഷ്ണൻ അവர்களാണ്. അദ്ദേഹം നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തിരക്കൊണ്ട് അങ്ങോട്ട് പോയതിൻ്റെ പേരിൽ അദ്ദേഹം ഉണ്ടാവില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആശംസ അർപ്പിക്കുന്നു. ശ്രീ വാർഡ് 9 വാർഡ് മെമ്പർ ശ്രീ KK രാജേഷ്, അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സൗഹൃദയുടെ രക്ഷാധികാരി ശ്രീ PB ശശാങ്കൻ അവരെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സൗഹൃദയുടെ ഖജാൻജി ശ്രീ PC ലെനിൻ അവരെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, അവാർഡ് വാങ്ങാനെത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ മുൻ വാർഡ് മെമ്പറും സൗഹൃദയുടെ വനിതാ കൂട്ടായ്മയുടെ സാരഥിയുമായ ശ്രീ ബേബി ടീച്ചറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ വേദി അലങ്കരിക്കുന്നതിനായി നമ്മുടെ ചുറ്റുപാടത്ത് നമ്മളെത്തിയിരുന്ന നമ്മുടെ നാട്ടുകാരെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രതിനിധി ശ്രീ ഉണ്ണികൃഷ്ണൻ ഈ യോഗം, ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റതാണ്. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം നടത്തി. സ്വാഭാവികമായും നമ്മുടെ ജനപ്രതിനിധികൾക്ക് അവിടെ എത്തിച്ചേരേണ്ടതും അവരുടേതായ അഭിപ്രായങ്ങൾ ജനങ്ങളുമായി സംവേദിക്കുകയും അവർ വിശ്വസിക്കുന്ന ആ ഒരു പാർട്ടിക്ക് പരമാവധി വോട്ട് സമ്പാദിക്കുകയും ചെയ്യുന്നുള്ള ഒരു ചുമതലയുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം നിലമ്പൂർ പോയിരുന്നു. അപ്പോൾ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതിനാൽ മുഖ്യ അതിഥി എന്ന ഒരു ചുമതലയോടൊപ്പം ഈ ഉദ്ഘാടനം കൂടി ചെയ്യണമെന്ന് അദ്ദേഹവും അതുപോലെ സൗഹൃദയുടെ ഭാരവാഹികളും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഞാൻ ഈ കൃത്യം നിർവഹിക്കുന്നത്. ഇങ്ങനൊരു ഉദ്ഘാടന കർമ്മം ഞാൻ മുൻകൂട്ടി കരുതിയതല്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി പോകാതെ ആ ജോലി അന്ന് അപ്പോൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ടുള്ള നമ്മുടെ ആവശ്യം പരിഗണിച്ച് നന്നായി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്നേഹക്കൂട്ടായ്മയിൽ അത്തരം ഒരു കർമ്മം ചെയ്യുന്നതിന് എനിക്ക് സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി, ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എനിക്ക് എന്നെ ക്ഷണിക്കുകയും ഇവിടെ ഞാൻ നിങ്ങളുടെ മുൻപാകെ വന്ന് നിൽക്കുന്നതിനുള്ള ഒരു അവസരം നൽകുകയും ചെയ്ത ഈ ഭാരവാഹികളോടും നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഞാൻ എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരൊരു പക്ഷേ 50 or 60 പേരാണെങ്കിലും ലോകമെമ്പാടും എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത്. വിദ്യ എന്നുള്ള 2 അക്ഷരങ്ങൾ, വിദ്യ അഭ്യസിക്കുക
വിദ്യാലയത്തിൽ പോവുക എന്നെല്ലാം പറഞ്ഞ് നമ്മൾ വിദ്യയെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ എന്താണ് വിദ്യ? വിദ്യ എന്നാൽ വളരെ ചുരുക്കി പറയുമ്പോൾ അറിവ് സമ്പാദിക്കുക എന്നതാണ്. ഈ അറിവ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ ചിലപ്പോഴൊക്കെ അഹങ്കരിക്കും, ഈ അറിവ് എന്ന് പറയുന്ന ഒരു സിദ്ധി മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. അല്ല, ഒരു ചെറിയ പരമാണു മുതൽ ഇന്ന് മനുഷ്യനിലേക്ക് ഏറ്റവും അവസാനം പരിണാമത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ ഇപ്പോൾ നിൽക്കുന്ന, നാളെ ഇനി മറ്റൊരു ജീവി നമ്മളെക്കാൾ ബുദ്ധിയും കഴിവുള്ള ഒരു ജീവി ഉണ്ടാവില്ല എന്ന് പറയാനൊന്നും നമ്മളാളല്ല. ഇപ്പോൾ കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോൾ സവിശേഷമായ ബുദ്ധിയുള്ള ഒരു ജീവി, മനുഷ്യങ്ങളെ, വീടുകളെ, കെട്ടിടങ്ങളെ നാം വിദ്യാലയം എന്ന് വിളിക്കും. ഈ ഞാൻ പറഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണ വേണ്ട, കുട്ടികളെ ഒന്ന് വിദ്യാഭ്യസിച്ച് അതിൽ കൂടുതൽ മികവ് നേടണമെന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മികവ് കൊണ്ട് നമ്മൾ തൃപ്തരല്ല. തീർച്ചയായിട്ടും നിങ്ങൾ പ്രോത്സാഹനം നൽകണം. നിങ്ങൾ പ്രശംസക്ക് അർഹരാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ രക്ഷാകർത്താക്കൾ, നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ, ഞങ്ങളെപ്പോലെ ഇവിടുത്തെ ഈ അടുത്ത തലമുറ ഏറ്റവും അറിവുകൊണ്ട് ശക്തരായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. സോ യു ആർ ബ്രിങ്ങിങ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ടു ഓൾ ഓഫ് us. അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് സമ്മാനം നൽകുകയല്ല, അതിനു മുൻപ് നിങ്ങളൊരു വലിയ സമ്മാനം ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞു. ഞങ്ങൾ അതിന് ഒരു പ്രതികരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകുക. ഈ തപസ് കൊണ്ട് വളരെയധികം ശക്തി ആർജിക്കുന്ന മഹർഷിമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിങ്ങനെ ഒരുപക്ഷെ വർഷങ്ങളോളം അവർ മനനം ചെയ്ത് ഈ ബാഹ്യലോകത്തെയും മാത്രമല്ല ആന്തരികമായ മനസ്സിനെയും പഠിച്ച് മനസ്സിലാക്കി അത് വളരെ ശക്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരു സന്യാസ ജീവിതം അല്ലെങ്കിൽ തപസ് ഒരുപാട് ശക്തി നൽകുമ്പോഴേക്കും അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, ഒരുപക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി ഉണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വാസങ്ങളാണ്, അത് ശരിയാവാം തെറ്റാവാം, ഞാൻ അതിൻ്റെ മറ്റു വശം. പക്ഷേ അതിൽ തന്നെ നമ്മൾ കാണുന്ന, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു മഹർഷിയുണ്ട്. നമ്മൾ വ്യാസനെ പറ്റി കേട്ടു, വാൽമീകിയെ പറ്റി കേട്ടു, നമ്മൾ അതുപോലെ കണ്ണു മഹർഷിയെ പറ്റി, ഇങ്ങനെയെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതുകൂടാതെ ഒരു മഹർഷി നമ്മുടെ കയ്യിൽ വളരെ ശ്രദ്ധേയനായ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദുർവാസാവ് എന്നാണ്. ആ ദുർവാസാവിൻ്റെ അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ക്ഷിപ്രകോപവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള താനൊരു വലിയൊരു ശക്തിയുള്ളൊരു മനുഷ്യനാണ് എന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് അദ്ദേഹത്തിലെ അഹങ്കാരം കൊണ്ടുവരികയും അഹങ്കാരത്തിന് പാത്രമായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹാകവി കാളിദാസൻ ശാകുന്തളം എന്ന് പറയുന്ന ഒരു വലിയ കാവ്യം എഴുതിയത്. അതിലെ ശകുന്തളയുടെ ജീവിതം പെട്ടെന്ന് മാറിപ്പോകുന്നത് പിന്നീടുണ്ടായിരുന്ന ദുഃഖത്തിൻ്റെ എല്ലാം കാരണം ഈ ദുർവാസാവിൻ്റെ ക്ഷിപ്രകോപമായിരുന്നു എന്ന് കണ്ടു. അപ്പോൾ ക്ഷിപ്രകോപവും അതുപോലെ തന്നെ അഹങ്കാരവും ഒരുപക്ഷെ എത്ര ഉന്നതിയിലെത്തിയ മനുഷ്യരും മറ്റുള്ളവർക്ക് ഉപകാരികളാകുന്നതിന് പകരം ഉപദ്രവം സൃഷ്ടിക്കുന്നുവെന്ന് നമുക്ക് കാണാം. അപ്പോൾ അയാൾ പറഞ്ഞു കൃത്യമായി അത് തന്നെയാണ് സംഭവിച്ചത്. അതിൻ്റെ ഒരു ഇടതുവശത്തെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നല്ല അവസാനത്തെ ചോദ്യം. പിന്നെ അവർക്കൊരു സംശയം ഉണ്ടായില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ചതിക്കുകയാണ്, ഞങ്ങളുടെ ഒട്ടകത്തെ നിങ്ങൾ മോഷണം നടത്തിയിട്ടുണ്ട്. അവരങ്ങനെ തന്നെ നേരെ രാജാവിൻ്റെ അടുത്ത് പോയി സുൽത്താൻ്റെ അടുത്ത് പറഞ്ഞു. സുൽത്താൻ എല്ലാവരെയും വിളിപ്പിച്ചു. അവിടെ ഒരു കോടതിയിൽ ഒരു വിചാരണ നടത്തുകയാണ്, ഇയാൾ കളവ് ചെയ്തുമില്ല. ആര് കേട്ടാലും സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ അയാൾ തീർച്ചയായിട്ടും ഒട്ടകത്തെ കണ്ടിട്ടുണ്ട്. കളവ് ചെയ്തുമില്ല എന്നുള്ളതല്ല, പക്ഷെ ഒട്ടകത്തെ കണ്ടു എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അയാൾ പിന്നീട് പറഞ്ഞു, ഞാൻ ഒട്ടകത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് തോന്നി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിയുക? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു, അത് മരുഭൂമിയിൽ കൂടിയാണല്ലോ നടന്നത്, പൂഴിമണലാണ്. ആ നടന്നു പോയ സ്ഥലത്തെല്ലാം ഈ ഒട്ടകം പോയ വഴിയിൽ 3 കാലുകളുടെ പാടുകളുണ്ട്, പക്ഷെ ഒരു കാലിൻ്റെ പാട് കാണുന്നില്ല. ശരി, അപ്പോൾ അടുത്തതോ? അടുത്ത് ഇതിൻ്റെ 2 വശത്തും കള്ളിമുള്ളി ചെടികൾ നിറഞ്ഞു നിന്നിരുന്നതാണ്. അതിൽ വലതുവശത്തെ ഈ ഇലകൾ മാത്രമാണ് ഇത് തിന്നിട്ടുള്ളത്, ഇടതുവശത്തെ അത് കഴിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഒരു വശത്തെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു ഞാൻ കരുതി. പല്ല് ഞാൻ നോക്കി, അത് കടിച്ചിട്ടുള്ള ഇലകളിലെല്ലാം 2 പല്ലിൻ്റെ പാടുകൾ കുറവാണ്. അത് കഴിച്ചെടുക്കുമ്പോഴേക്കും അത് വളരെ സൂക്ഷ്മം ഞാൻ നിരീക്ഷിച്ചു. അത് നിരീക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്, ഒബ്സർവേഷൻ. ക്ഷണിക്കുകയാണ്. അപ്പം എല്ലാവരും ചേർന്ന് നിന്നിട്ട് കേട്ടാ സഹോദര സ്നേഹോപഹാരം. അപ്പം എല്ലാവരും ഊഷ്മളമായ കൈ കൊടുത്ത് എല്ലാവരും സന്തോഷം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. പാരൻസ് ഉണ്ട്, നമ്മളുടെ ഈ നാട്ടുകാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സൗഹൃദ കുടുംബത്തിനോട് സഹകരിക്കുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. സൗഹൃദ 5ാമത്തെ പരിപാടിയാണ് ഈ പറഞ്ഞ നമ്മളുടെ വിദ്യാഭ്യാസ അവാർഡ് നമ്മൾ നൽകുന്നത്. അതിൽ നമ്മുടെ വാർഡ് തലത്തിൽ വെച്ചിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൽ എല്ലാ വിദ്യാർത്ഥികളും, അതായത്
ജയിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നുള്ളൊരു നയമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യുന്നു. സൗഹൃദ 19 ഇപ്പോൾ ഒരു 5ാമത്തെ വർഷമാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത്. ഞങ്ങളുടെ ഓരോ പരിപാടികളെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ 27ഓളം മെമ്പർമാർ അടങ്ങുന്ന ഈ ഗ്രൂപ്പ് ഇന്ന് ഈ കാണുന്നത് സൗഹൃദ ഗ്രൂപ്പിൻ്റെയും കൂടി ആയിട്ടുള്ള ഒരു മുതലാണ്. ഇത് ചെറിയതാണെങ്കിലും പോലും അപ്പം ഇവിടെ തന്നെ വെച്ച് നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പിന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരും കൂടുകയും അത് സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശവുമായിട്ട് വരണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ വെച്ച് നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്.